നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധത്തിൽ ട്രംപ് തോറ്റു. വെടിനിർത്തൽ വീണ്ടും നീട്ടിയത് ട്രംപിന്റെ തോൽവിയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചില ചാനലുകൾ. ഇറാനുമായുള്ള 2 ആഴ്ച വെടിനിർത്തൽ നീട്ടിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ട്രംപിനെതിരെ ഇപ്പോൾ ശക്തമായ പ്രചരണം. എന്തുകൊണ്ടാണ് വെടിനിർത്തൽ നീട്ടിയത്? നേരത്തെ വെടിനിർത്തൽ ഒരു കാരണവശാലും നീട്ടില്ലെന്നും ഇറാനുമേൽ ശക്തമായ ബോംബുകൾ വർഷിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പൊടുന്നനെ ട്രംപ് മലക്കം പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ ഈ മനംമാറ്റത്തിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഇന്നലെ രാവിലെ വാഷിംഗ്ടണിൽ നയതന്ത്രത്തിന്റെ ആവേശകരമായ ഒരു ദിവസമാണ് ആരംഭിച്ചത്. നേരത്തെ ഇറാനും US തമ്മിൽ നടന്ന ഒരുവട്ട ചർച്ച. 2ാം ഘട്ട ചർച്ചയ്ക്ക് ഇസ്ലാമാബാദിൽ വേദിയൊരുങ്ങി. പൂർണ്ണമായ തയ്യാറെടുപ്പുകളാണ് പാകിസ്ഥാൻ നടത്തിയത്. JD വാൻസ് അമേരിക്കയിൽ നിന്ന് യാത്ര തിരിക്കാൻ അദ്ദേഹത്തിന്റെ എയർഫോഴ്സ് 2 വിമാനത്തിനരികിലെത്തി. വിമാനത്താവളത്തിലേക്ക് JD വാൻസ് എത്തുന്നതും കാത്ത് മാധ്യമപ്രവർത്തകർ. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും എയർഫോഴ്സ് 2 പറന്നുയർന്നില്ല. ഇറാനിൽ നിന്നുള്ള പ്രതിനിധി സംഘം അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന അതേ വേളയിൽ അമേരിക്കയിലെ വാഷിംഗ്ടണിൽ നിന്ന് യാത്ര തിരിക്കുകയായിരുന്നു JD വാൻസിന്റെ ലക്ഷ്യം. എന്നാൽ ഇറാൻ പ്രതിനിധി സംഘം പുറപ്പെടാൻ വൈകുന്നുവെന്ന വാർത്തകൾ ആദ്യം, പിന്നീട് ടെഹ്റാനിൽ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. ഇസ്ലാമാബാദിലെ ചർച്ചകൾക്ക് തങ്ങളുടെ പ്രതിനിധി സംഘം എത്തില്ല. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും അരികിലെത്തി എന്ന വാർത്തകൾ ലോകത്തിൽ പരക്കുന്നതിനിടയിലായിരുന്നു ടെഹ്റാന്റെ പെട്ടെന്നുള്ള പിന്മാറ്റം. ഇതിനു പിന്നിൽ പല കാരണങ്ങൾ ആദ്യഘട്ടത്തിൽ യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ടെഹ്റാൻ സുരക്ഷാ ഭീഷണി നേരിടുന്നു. അതാണ് അവർ ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം. മറുവശത്ത് അമേരിക്കൻ ചർച്ചാ മേശയിലെത്തിയാൽ നേരിടാൻ പോകുന്ന അതിശക്തമായ സമ്മർദ്ദം ടെഹ്റാനെ തളർത്തി. ചർച്ചാ മേശയിൽ നിന്ന് വീണ്ടും പിന്തിരിഞ്ഞാൽ ഒരുപക്ഷെ കടുത്ത ആക്രമണങ്ങൾക്ക് തങ്ങൾ വിധേയരാകുമെന്ന തോന്നൽ ടെഹ്റാന് ശക്തം. മറുവശത്ത് ടെഹ്റാനിൽ അതിശക്തമായ ആഭ്യന്തര പ്രശ്നങ്ങൾ. ടെഹ്റാൻ ഭരണകൂടം പൂർണ്ണമായും ഒറ്റപ്പെട്ടു നിൽക്കുന്നു. IRGC ടെഹ്റാൻ ഭരണകൂടത്തിനു മേൽ പിടിമുറുക്കി. മുജ്തബ കബനെയെ IRGC വകവെക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ. യുദ്ധം രൂക്ഷമാകുമെന്ന ഭീഷണി നിലനിൽക്കുമ്പോൾ പെട്ടെന്ന് ട്രംപ് പിന്മാറിയത് മറ്റു ചില കണക്കുകൂട്ടലുകളോടെ. ശക്തമായ ഒരു ഭരണകൂടം ഇപ്പോൾ ഇറാനിലില്ല. ഇറാൻ പ്രതിനിധി സംഘവുമായി ചർച്ച ചെയ്ത് ഒരു കരാറിലെത്തിയാൽ പോലും IRGC യുദ്ധം അവസാനിപ്പിച്ചേക്കില്ല. ടെഹ്റാൻ ചർച്ചയ്ക്ക് വരുമോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാതെ എങ്ങനെ JD വാൻസിനെയും സംഘത്തെയും അമേരിക്കയിൽ നിന്ന് ട്രംപ് അയക്കും? അതുകൊണ്ട് JD വാൻസിനോടും സംഘത്തോടും പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് പുറപ്പെടേണ്ടതില്ല എന്ന നിർദ്ദേശം ട്രംപ് നൽകുന്നു. ഇന്നലെ ദിവസം കടന്നുപോകുമ്പോൾ ചർച്ച മാറ്റിവെക്കുന്നതിൻ്റെ സൂചനകൾ പ്രകടമായി. JD വാൻസ് നയിച്ച US നെഗോഷിയേറ്റിംഗ് ടീമിലെ മുതിർന്ന അംഗങ്ങളായ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാരദ് കുഷ്നറും നേരെ ഇസ്ലാമാബാദിലേക്ക് പോകുന്നതിന് പകരം മിയാമിയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് പറന്നു. തുടർന്ന് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളും വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിലെത്തി. ഇത്തവണ വെടിനിർത്തൽ എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നില്ല. ഈ മാസം ആദ്യ വെടിനിർത്തലിന് 2 ആഴ്ച സമയപരിധിയാണ് അദ്ദേഹം നിശ്ചയിച്ചത്. ചർച്ചകൾ നന്നായി പുരോഗമിക്കുന്നുവെന്ന് നേരത്തെ പറഞ്ഞ ട്രംപ് ഇപ്പോൾ വീണ്ടും വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരമൊരു വെടിനിർത്തൽ നീട്ടി എന്നതിനെക്കുറിച്ച് വിശദാംശങ്ങൾ ലോകത്തിന് നൽകുന്നുമില്ല. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വ്യക്തമായ ഒരു ഫോർമുലയില്ല എന്ന് ഇറാഖിലെയും തുർക്കിയിലെയും US അംബാസഡർ ജെയിംസ് ജെഫ്രി BBC-യോട് പറഞ്ഞു. അമേരിക്കക്കാർ നേരിടുന്ന സാമ്പത്തിക സമ്മർദ്ദം ഒരു വശത്ത്, ട്രംപിന് നേർക്കുയരുന്ന രാഷ്ട്രീയ സമ്മർദ്ദം മറ്റൊരു വശത്ത്. അതുകൊണ്ട് ഏറ്റവും യുക്തിഭദ്രമായ തീരുമാനം കൈക്കൊള്ളേണ്ട വേളയാണ് എന്ന് ട്രംപ് മനസ്സിലാക്കി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സംയുക്ത സൈനിക മേധാവി അസിം മുനീറും മണിക്കൂറുകളോളം ട്രംപുമായി ഫോണിൽ സംസാരിച്ചു. വെടിനിർത്തൽ നീട്ടുകയാണ് ഈ ഘട്ടത്തിൽ അഭികാമ്യമെന്ന് അമേരിക്ക ഉറപ്പിച്ചു. അതിനു പിന്നിലും ചില കാരണങ്ങളുണ്ട്. ഇറാൻ സർക്കാർ ഗുരുതരമായി തകർന്നിരിക്കുന്നുവെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. ഒരു ഏകീകൃത നിർദ്ദേശം ലഭിക്കുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങളിലെ US ഉപരോധം തുടരും. ഇറാൻ ഗവൺമെന്റ് ഗുരുതരമായി തകർന്നിരിക്കുന്നുവെന്ന് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ട്രംപ് കുറിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഫീൽഡ് മാർഷൽ അസിം മുനീറും തന്നോട് പറഞ്ഞു.
ഇറാൻ നേതാക്കളും പ്രതിനിധികളും ഒരു ഏകീകൃത നിർദ്ദേശം കൊണ്ടുവരുന്നതുവരെ അവർക്ക് സമയം നൽകണം. അതുവരെ ഇറാൻ രാജ്യത്തിനെതിരായ തങ്ങളുടെ ആക്രമണം നിർത്തിവെക്കണമെന്ന് പാകിസ്ഥാൻ അഭ്യർത്ഥിക്കുന്നു. സമാധാന നീക്കങ്ങൾക്ക് മുജ്തബ ഖമനേയി വ്യക്തിപരമായ താൽപര്യമെടുത്തിരുന്നു എന്നാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ഇറാൻ പാർലമെന്ററി സ്പീക്കർ സമാധാന ശ്രമങ്ങളെ അട്ടിമറിച്ചു. ഇറാൻ പാർലമെന്ററി സ്പീക്കർ IRGCക്ക് വിധേയനായി എന്ന വാർത്തകളാണ് ഇറാനിൽ നിന്ന് കേൾക്കുന്നത്. എന്നാൽ മറുവശത്ത് പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ IRGCയുടെ വെറും പാവ മാത്രമായി അധംപതിച്ചു. ദേശീയ സുരക്ഷാ കൗൺസിലിന് ഇപ്പോൾ ഭരണത്തിനുമേൽ യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല. അമേരിക്കയ്ക്കെതിരെ ഇറാൻ സൈനിക നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇറാൻ പാർലമെന്ററി സ്പീക്കർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെറും കയ്യടികൾക്ക് വേണ്ടിയാണ് ഇത്തരം പ്രസ്താവനകൾ ഇറാൻ പാർലമെന്ററി സ്പീക്കറെ പോലെയുള്ളവർ ഉയർത്തുന്നത്. ട്രംപ് വെടിനിർത്തൽ നീട്ടുന്നത് യാതൊരു വിധത്തിലും തങ്ങൾ അർത്ഥമാക്കുന്നില്ല. തോൽക്കുന്ന പക്ഷത്തിന് നിബന്ധനകൾ നിശ്ചയിക്കാൻ കഴിയില്ല. ഉപരോധം തുടരുന്നത് ബോംബാക്രമണത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. സൈനികമായ പ്രതികരണമാണ് അമേരിക്കയ്ക്ക് നൽകേണ്ടത്. ട്രംപ് വെടിനിർത്തൽ നീട്ടുന്നത് തീർച്ചയായും ഒരു അപ്രതീക്ഷിത ആക്രമണത്തിന് സമയം വാങ്ങുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ മുൻകൈയെടുക്കേണ്ട സമയമാണിതെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനായി വെടിനിർത്തൽ നീട്ടണമെന്ന തങ്ങളുടെ അഭ്യർത്ഥന ദയാപൂർവം പ്രസിഡന്റ് ട്രംപ് സ്വീകരിച്ചുവെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇറാനിൽ ഭരണം സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ നിയന്ത്രണത്തിലാണ് എന്ന സൂചനകൾ പുറത്തുവരുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാനെ അവർ പാവ പ്രസിഡന്റാക്കി മാത്രം നിലനിർത്തിയിരിക്കുന്നു. ഹോർമിസ് കടലിടുക്ക് തുറക്കുന്നതിനെ ചൊല്ലി ഇറാൻ ഭരണകൂടവും IRGCയും തമ്മിൽ കടുത്ത ഭിന്നത. ഹോർമുസിനെ വീണ്ടും IRGC കടുത്ത നിയന്ത്രണത്തിലാക്കാനുള്ള നീക്കത്തിലാണ്. പുതിയ ഇന്റലിജൻസ് മന്ത്രിയെ നിയമിക്കാനുള്ള പ്രസിഡന്റ് പെസഷ്കിയാന്റെ നീക്കങ്ങൾക്ക് IRGC തടയിട്ടു. മന്ത്രിസ്ഥാനത്തേക്ക് പെസഷ്കിയാൻ പരിഗണിച്ചിരുന്ന ഹുസൈൻ ദേഖാൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ IRGC ചീഫ് കമാൻഡർ അഹമ്മദ് വഹീദി വെട്ടിക്കളഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, ഇറാൻ ഭരണകൂടം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഭരണം യഥാർത്ഥത്തിൽ ഇറാനിൽ കൈയാളുന്നത് ആര് എന്ന ചോദ്യം ബാക്കി. ഇവിടെയാണ് സമാധാന ചർച്ചകൾക്ക് പ്രസക്തിയില്ലാതാകുന്നതും. ഇത്തരമൊരു ഘട്ടത്തിൽ തുടർച്ചയായി ബോംബ് വർഷിച്ചുകൊണ്ട് വീണ്ടും ഇറാനിൽ കൂട്ടക്കുരുതി നടത്തുന്നത് അർത്ഥശൂന്യമെന്ന് പ്രസിഡന്റ് ട്രംപ് തിരിച്ചറിഞ്ഞു. ഇപ്പോൾ വേണ്ടത് ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധവും ഇറാനെതിരെ ശക്തമായ നീക്കങ്ങളുമാണ്. സമാധാന മേശയിൽ അവരെ എത്തിച്ച് ഒരു സ്ഥിരമായ കരാർ നേടിയെടുക്കുക എന്ന തന്ത്രമാണ് ഇപ്പോഴും ട്രംപ് പയറ്റുന്നത്. അതിനാവട്ടെ പാകിസ്ഥാന്റെ സഹായം അദ്ദേഹം സമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്നു. ഇറാനും US തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയ്ക്കുന്നതിനായി പാകിസ്ഥാൻ നടത്തുന്ന തീവ്ര ശ്രമങ്ങൾ. ഇതിനു പിന്നിൽ അവരുടെ നയതന്ത്ര നിലപാട് പുനഃസ്ഥാപിക്കാനും ബിസിനസ്സുകൾ ആകർഷിക്കാനുമുള്ള ശ്രമം തന്നെ. സാമ്പത്തികമായി തകർന്നടിഞ്ഞ് കൊത്തുവാളയായി നിൽക്കുന്ന ഇസ്ലാമാബാദിന് അസ്ഥിരമായ മിഡിൽ ഈസ്റ്റ് ഒട്ടും അനുകൂലമല്ല. പ്രാദേശിക സമാധാനത്തിന് വെല്ലുവിളി മാത്രമല്ല, സൗദി അറേബ്യയുമായുള്ള അവരുടെ സുരക്ഷാ കരാറാണ് പാകിസ്ഥാൻ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. ഗൾഫിൽ നിന്നുള്ള ഊർജ വിതരണങ്ങളെ പൂർണ്ണമായി പാകിസ്ഥാൻ ആശ്രയിക്കുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി പാകിസ്ഥാനെ സംബന്ധിച്ച് അത്ര അഭികാമ്യമല്ല. മറുവശത്ത് ഇന്ത്യ റഷ്യയെ കൂടുതലായി ആശ്രയിക്കുന്നതുകൊണ്ട് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉരുട്ടുകൂടിയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നൊരു പരിധിവരെ ഇന്ത്യക്ക് രക്ഷപ്പെടാൻ കഴിയും. എണ്ണവിലയിലെ വർധനവ് പാകിസ്ഥാന്റെ നടുവൊടിച്ചിരിക്കുന്നു. പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ ഏറെയാണ്. വിനിമയ നിരക്ക് ഏറ്റവും താഴ്ന്ന നിലയിൽ. ഹോർമുസ് കടലിടുക്കിന്റെ നിലവിലുള്ള അടച്ചുപൂട്ടൽ ദീർഘനാളത്തേക്ക് തുടർന്നാൽ പാകിസ്ഥാൻ കൂപ്പുകുത്തും. മത തീവ്രവാദത്തിന്റെ നിരന്തര ആഭ്യന്തര ഭീഷണികൾ ഒരു വശത്ത്, സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞ് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ. ഇവിടെയാണ് ബലൂചിസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങൾ തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന ആശങ്ക പാക് ഭരണകൂടത്തിന്. ഭീകരരെ പിന്തുണയ്ക്കുന്ന പരാജയപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയാണ് പാകിസ്ഥാന്റേത്. ഈ പ്രതിച്ഛായ ലോകത്തിൽ നിലനിൽക്കുന്നു. അത് മാറ്റേണ്ട അനിവാര്യത പാകിസ്ഥാനുണ്ട്. ഏകദേശം 6 ലക്ഷം സൈനികരാണ് പാക് സേനയ്ക്കുള്ളത്. മുസ്ലിം ലോകക്രമത്തിൽ ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ സൈനിക ശേഷിയുള്ള രാജ്യം, ഏക ആണവായുധമുള്ള രാജ്യം എന്ന നിലയ്ക്കാണ് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാന്റെ സ്ഥാനം. പുതിയൊരു ബഹുധ്രുവ വ്യവസ്ഥ രൂപപ്പെടുമ്പോൾ പാകിസ്ഥാനിലെ നേതാക്കൾ കൂടുതൽ സ്വാധീനം നേടാൻ ശ്രമിക്കുന്നു. അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ തങ്ങൾ മുസ്ലിം ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു നേതൃസ്ഥാനം ആഗ്രഹിക്കുകയാണ് പാകിസ്ഥാൻ.
ഇറാനുമായി സമാധാന കരാർ ഒപ്പുവെച്ചാൽ ഇറാൻ ദുർബലമാകുമെന്ന് പാകിസ്ഥാൻ കണക്കുകൂട്ടുന്നു. പശ്ചിമേഷ്യയിലുള്ള അത്തരമൊരിടം തങ്ങൾക്ക് കൈവശപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് പാകിസ്ഥാന്. പക്ഷേ ഇതിന് അമേരിക്കയുടെ പിന്തുണ വേണം. വലിയ തോതിൽ വൈദ്യുതി മുടക്കം അടക്കം നേരിടുകയാണ് പാകിസ്ഥാൻ. സൗദി അറേബ്യയിൽ നിന്ന് അടിയന്തരമായി $3 ബില്യൺ വായ്പയെടുത്താണ് പാകിസ്ഥാൻ ഇപ്പോൾ പിടിച്ചു നിന്നിരിക്കുന്നത്. ആഗോളതലത്തിൽ ഒരു പ്രത്യേക തലത്തിലുള്ള പ്രശസ്തി കൈവരുത്തി കൂടുതൽ വായ്പയും നിക്ഷേപവും രാജ്യത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുറ്റുനോക്കുകയാണ് പാകിസ്ഥാൻ. അസിം മുനീറിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ഇതിനകം തന്നെ യുഎസുമായി നിരവധി സാമ്പത്തിക കരാറുകളിൽ ഏർപ്പെട്ടു. അതൊക്കെ ഇറാനുമായുള്ള സമാധാന ചർച്ചകളുടെ മറവിൽ. ചർച്ചകൾ പരാജയപ്പെട്ടാൽ പാകിസ്ഥാന് മേൽ വലിയ കുറ്റാരോപണങ്ങൾ വരും. മധ്യസ്ഥ രാജ്യമെന്ന നിലയിൽ ഇടപെട്ട പാകിസ്ഥാൻ ഒരുപക്ഷെ ഇറാൻ ചാരനായി മുദ്ര കുത്തപ്പെടും. പ്രസിഡന്റ് ട്രംപിന് ഇറാനുമായി ഒരു സമാധാന കരാറിൽ ഒപ്പിടാൻ ഒരു മധ്യസ്ഥനെ ആവശ്യമായി വന്നപ്പോഴാണ് പാകിസ്ഥാനെ ട്രംപ് സമർത്ഥമായി ഉപയോഗിച്ചത്. ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ ഉപയോഗിച്ചുകൊണ്ട് ട്രംപ് ഇറക്കിയ കാർഡ്. ആര് മധ്യസ്ഥത വഹിച്ചാലും മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഉടൻ അവസാനിക്കുന്നത് തന്നെയാണ് ഇന്ത്യക്കും ആകർഷണം. മറുവശത്ത് പാകിസ്ഥാൻ ചില മുതലെടുപ്പുകൾക്ക് ശ്രമം നടത്തുന്നു. ഇറാൻ ചർച്ചാമേശയിലേക്ക് വന്നില്ല എങ്കിലും ഇതുവരെയുള്ള നീക്കങ്ങൾ ട്രംപിന് കൂടുതൽ കരുത്തു പകരുന്നത്. അമേരിക്ക ഇസ്ലാമാബാദിലെ ചർച്ചകൾക്ക് വാഷിംഗ്ടണിൽ തങ്ങളുടെ എയർഫോഴ്സ് 2 വിമാനം തയ്യാറാക്കി നിർത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ലോകത്തിന് നൽകിയതും ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക്. ഈ വെടിനിർത്തൽ ട്രംപിൻ്റെ തോൽവിയല്ല, മറിച്ച് പുലി പതുങ്ങുന്നത് കുതിക്കാൻ തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.